ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. Luke chapter 12 verse 35. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എന്റെ വിഷയം യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ ഉദ്ദേശമെന്നാണ്. ദ പർപ്പസ് ഓഫ് ഹിസ് സെക്കൻഡ് കമ്മിങ്. അതായിരിക്കും എന്റെ വിഷയം. യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് നാം പഠിക്കുന്നതായ സമയത്ത് അതിന് രണ്ട് ആസ്പെക്ട് ഉള്ളതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. There are two aspects of his second coming. ഒന്നാമത്, യേശു മധ്യാകാശത്തിൽ മാത്രം വരുന്നു. അത് ലോകമനുഷ്യരാരും അറിയുന്നില്ല. അവൻ മധ്യാകാശത്തിൽ വന്നിട്ട് തന്റെ സഭയെ ചേർക്കുവാൻ വേണ്ടി വരുന്നതായ ആ വരവാണ്. അതിനും രണ്ടാം വരവെന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടാം വരവിന്റെ വേറൊരു ഭാഗമുണ്ട്, ഒരു രണ്ടാമത്തെ ആസ്പെക്ട് ഉണ്ട്. അത് യേശുവിന്റെ ഭൂമിയിലേക്കുള്ള വരവാണ്. ആദ്യത്തെ വരവിൽ അവൻ സഭയെ ചേർക്കുവാൻ വേണ്ടി ആകാശത്തിൽ വരുന്നു. രണ്ടാമത് സഭയുമായിട്ട് അവൻ ലോകത്തിലേക്ക് വരുന്നു. ഇതിന് ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് റാപ്ചർ എന്നാണ്. റാപ്ചർ ഗ്രീക്ക് ഭാഷയിലുള്ളതായ ഒരു വാക്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിൽ വേദപുസ്തക പണ്ഡിതന്മാർ കണ്ടുപിടിച്ചൊരു വാക്കാണ്. ഈ വാക്ക് വേദപുസ്തകത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്നില്ല. ദൈവസഭ എടുത്തുകൊള്ളപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിൽ റാപ്ചർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത്, സഭയോടുകൂടെ ലോകത്തിലേക്കായ ആ വരവിനെ കുറിച്ച് റെവലേഷൻ എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത. ഒന്നാമത് സഭ എടുത്തുകൊള്ളപ്പെടുന്ന അവസ്ഥ, രണ്ടാമത് സഭയുമായിട്ട് ഈ ലോകത്തിലേക്ക് തന്റെ മഹത്വ പ്രത്യക്ഷത. ഇങ്ങനെ കർത്താവിന്റെ വരവിൽ രണ്ട് ആയിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് ഭാഗത്തിന്റെയും ഇടയ്ക്ക് 7 വർഷത്തെ കാലാവധിയുള്ളതായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ 7 വർഷത്തിനുള്ളിൽ എന്തെല്ലാം നടക്കണം എന്നുള്ളത് എനിക്ക് പറയുവാൻ താല്പര്യമുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ എത്രത്തോളം സമയമുണ്ടായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഞാൻ ആദ്യമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ വരുന്നത് തന്നെ സഭയെ ചേർക്കുവാനാണെന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ ആദ്യമായി പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിലും 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും യേശു കടന്നു വരുന്നതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 3-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങളെ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ശിഷ്യന്മാരോടാണ് യേശു പറഞ്ഞത്. ദൈവസഭയിലും ശിഷ്യന്മാരാണല്ലോ ഉണ്ടായിരിക്കേണ്ടത്. കർത്താവായ യേശു മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ പറയുമ്പോൾ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം, അവരെ ശിഷ്യരാക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയിൽ ശിഷ്യന്മാരാണ് ഉണ്ടായിരിക്കേണ്ടത്. ശിഷ്യന്മാർ എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്ക് ഡിസൈപ്പിൾ എന്നാണ്. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് അണ്ടർ ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ അണ്ടറിൽ ജീവിക്കുന്ന ആളിനെയാണ് ശിഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ശിഷ്യത്വം പ്രാപിച്ച് യേശുവിന്റെ കൽപ്പനയനുസരിച്ച് അവനെ ആരാധിക്കുന്ന ജനക്കൂട്ടത്തെയാണ് ശിഷ്യന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ശിഷ്യന്മാരാണെങ്കിൽ നമ്മുടെ സഭകളിൽ യാതൊരു ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടായിരിക്കാൻ പാടില്ല. എന്നാൽ വളരെ ദുഃഖത്തോടെ ഖേദത്തോടെ പറയേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ദൈവജനങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ നടക്കുന്നതായ ബഹളങ്ങൾ, അത് രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ ഇടയിൽ നടക്കുന്ന ബഹളങ്ങളെക്കാൾ വളരെ മോശമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? സഭയെന്ന് പറഞ്ഞാൽ എക്ലീസിയ എന്നുള്ള വാക്കാണ്
ആ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോൾഡ് ഔട്ട് പീപ്പിൾ. ലോകത്തിൽ നിന്ന്, ജാതികളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, അനേക വിഭാഗങ്ങളിൽ നിന്ന് സുവിശേഷത്തിന്റെ വിളിയാൽ, സുവിശേഷത്തിന്റെ ഇൻവിറ്റേഷനാൽ, ക്ഷണത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ഒരു കൂട്ടത്തെയാണ് ദൈവസഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് മാനസാന്തരപ്പെട്ടവരാണ്. അവര് കർത്താവായ യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ജലത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരാണ്. അവരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യ ഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അവരെ വിശുദ്ധ ജീവിതം പാലിക്കുന്നവരാണ്. കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടമാണ്. അവരെയാണ് ദൈവസഭ എന്ന് വിളിച്ചിരിക്കുന്നത്. അനേക സഭകൾ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ അതൊക്കെയും ഏതർത്ഥത്തിൽ സഭയെന്ന് ദൈവവചനത്തിൽ തന്നെ അവർ നോക്കി പഠിക്കട്ടെ, അന്വേഷിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഇതുപോലുള്ളതായ ഒരു സഭയെ ചേർക്കുവാൻ യേശു ക്രിസ്തു എത്രയും വേഗം ആകാശമേഘങ്ങളിൽ വരുവാൻ പോകുകയാണ്. യേശു ആകാശമേഘങ്ങളിൽ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെ വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നാം വായിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെയാണ് സ്വർഗത്തിൽ നിന്ന് ആകാശമധ്യേ താൻ ഇറങ്ങി വരുവാൻ പോകുന്നത്. എന്തിനാണ് ഈ ശബ്ദങ്ങൾ, ഗംഭീരനാദം എന്തിനാണ്? കർത്താവായ യേശു ക്രിസ്തു തന്റെ പിതാവുമായിട്ട് ദൂതന്മാരുമായി ഈ ആകാശമധ്യേ വന്നു നിന്നുകൊണ്ട് 3 വിധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമത്തേത് ഗംഭീരനാദം. യേശു ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് 4 നാളായി നാറ്റം പിടിച്ചതായ ആ ലാസറിന്റെ ശരീരം ജീവൻ പ്രാപിച്ച് വെളിയിൽ വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ മരിച്ചവനെ കല്ലറയിൽ നിന്ന് മടക്കി വിളിക്കുന്നതായ സമയത്ത് യേശു ഒരു തെറ്റും കാണിച്ചില്ല. മരിച്ചവനെ വെളിയിൽ വാ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആദാം മുതൽ അന്ന് വരെ മരിച്ചുപോയിരുന്ന സകല ആളുകളും കല്ലറകൾ വിട്ട് വെളിയിൽ വരുമായിരുന്നു. പിന്നീട് അവരെല്ലാം അടക്കാൻ എന്ത് വേണം? വിഷമമായിരുന്നേനെ. യേശു അങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവർ ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ. ദൈവം ഒരിക്കലും തെറ്റ് ചെയ്യുന്ന ദൈവമല്ല. യേശു നിന്നുകൊണ്ട് അന്ന് ഒറ്റ ഒരു വ്യക്തിയെ, ലാസറിനെ മാത്രം വിളിച്ചു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ 4 നാളായിരുന്ന നാറ്റം പിടിച്ച സ്വന്തം സഹോദരിമാരും പോലും പറഞ്ഞു, കല്ല് മാറ്റുവാൻ പ്രയാസമാണ്, വേണ്ട. യേശു അവനെ ജീവനുള്ളവനായി വെളിയിൽ കൊണ്ടുവന്നു. ആകാശമധ്യത്തിൽ വന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഗംഭീരനാദം മുഴക്കുന്നത് എന്തിനാണെന്നറിയാമോ? അന്നുവരെയും കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്നതായ പഴയ നിയമാവിശുദ്ധന്മാരും ആദാം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ആളുകളെയാണല്ലോ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിന്റ്സ്, പഴയ നിയമവിശ്വാസികൾ എന്ന് പറയുന്നത്. അവരും കർത്താവായ യേശുവിൽ വിശ്വസിച്ച യോഹന്നാന് ശേഷമുള്ള പുതിയ നിയമ വിശുദ്ധന്മാരും എല്ലാവരും യേശുവിന്റെ കാഹളം കേൾക്കുമ്പോൾ കല്ലറകളെ വിട്ട് മടങ്ങി അവരെ വെളിയിലേക്ക് വരികയും ജീവൻ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ യേശുവിന്റെ കാഹളത്തിന്റെ ഉദ്ദേശം മരിച്ചവരെ ഉയർപ്പിക്കുവാൻ വേണ്ടിയാണ്. പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനാണ്? ഇപ്പോൾ യേശുവിന്റെ മടങ്ങി വരവിൽ നടക്കാൻ പോകുന്നതായ സംഭവം മുഖ്യമായിട്ട് മരിച്ച് കല്ലറകളിലായിരിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുക, യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധിയോടുകൂടെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ജീവനുള്ള വിശ്വാസികൾ ഉടനെ തന്നെ രൂപാന്തരം പ്രാപിക്കുക.
about resurrection and transformation